ഓണക്കാലത്തെ ഇരുട്ടടി. സബ്സിഡി സാധനങ്ങൾക്ക് വീണ്ടും വില കൂട്ടി സപ്ലൈകോ. മട്ട അരി, പഞ്ചസാര, തൂരപ്പരിപ്പ് എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. പൊതുവിപണിയിലെ വില കണക്കിലെടുത്താണ് തീരുമാനമെന്ന സപ്ലൈകോയുടെ ന്യായീകരണത്തെ ഭക്ഷ്യമന്ത്രി GR അനിൽ പിന്തുണച്ചു. സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനും ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 30 രൂപയുണ്ടായിരുന്ന മട്ടയരിക്ക് വില 33 രൂപയായി. പഞ്ചസാരയുടെ വിലയും 30-ൽ നിന്ന് 33-ലേക്ക്. തുവരപ്പരിപ്പിന്റെ വില 111-ൽ നിന്ന് 4 രൂപ കൂടി 115-ആയി. ചെറുപയർ വില 92-ൽ നിന്ന് 90-ആക്കി കുറച്ചത് മാത്രമാണ് ആശ്വാസം. ഓണം പ്രമാണിച്ച് എല്ലാ സാധനങ്ങളും സപ്ലൈകോയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് വില കൂട്ടിയത്. പൊതുവിപണിയേക്കാൾ വിലക്കുറവ് സപ്ലൈകോയിൽ ഉണ്ടെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില വർധന സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. വിപണി വില അനുസരിച്ചുള്ള ചില ക്രമീകരണങ്ങളാണ് വരുത്തിയതെന്നും ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂവെന്നും മന്ത്രി GR അനിൽ. മാർക്കറ്റിലെ വിലയിൽ നിന്നും വലിയ തോതിൽ ആളുകൾക്ക് ആശ്വാസം പകരാനൊരു സംവിധാനമാണ് പൊതുമേഖലാ സ്ഥാപനം നിലനിർത്തുന്നത്. ടോട്ടൽ എടുത്തു നോക്കിയാൽ 400-ലധികം രൂപയുടെ ഡിഫറൻസ് ഈ 13 ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാത്രം ജനങ്ങൾക്ക് കിട്ടും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നമ്മളെന്തായാലും അതിനെ നിയന്ത്രിക്കാനാണ് സപ്ലൈകോ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെയും കടകളുണ്ട്, അവർക്കും നമ്മൾ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്കും ഫണ്ട് അനുവദിച്ചത് നിങ്ങൾക്കറിയാം. കൺസ്യൂമർ ഫെഡിൻ്റെ ഷോപ്സും ഉണ്ട്. പ്രത്യേകം ഓണം മാർക്കറ്റ്, ഇത് കൂടാതെ കൃഷി വകുപ്പിൻ്റെ മറ്റു വകുപ്പുകളുടെ ഒക്കെ പ്രത്യേകം മാർക്കറ്റുകളും വരുന്നുണ്ട്. വില വർധന പിൻവലിക്കണമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പച്ചരിയുടെ വില കൂട്ടാനുള്ള നീക്കവും സപ്ലൈകോയിൽ നടക്കുന്നുണ്ട്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാരയുടെ വിലയും കൂട്ടും. 24 തിരുവനന്തപുരം.